നമസ്കാരം. മൺസൂൺ മീഡിയ അവതരിപ്പിക്കുന്ന പുതിയ പരിപാടിയാണ് ബുക്ക് മാർക്ക്. മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ ഇറങ്ങുന്ന ഏറ്റവും പുതിയ നല്ല പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ബുക്ക് മാർക്കിൻ്റെ ആദ്യ ലക്കത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലേ? നിങ്ങൾക്ക് ദൈവമില്ലേ? സ്ഥിരമായി എന്നോട് സുഹൃത്തുക്കൾ ചോദിക്കുന്ന ചോദ്യം. ഉണ്ട്, എനിക്ക് ദൈവമുണ്ട്. ഒന്നും പറയാനില്ലാതെ, പറയാനാവാതെ മൗനമായിരുന്നു പോയ സൗഹൃദ നിമിഷങ്ങളിൽ ഞാൻ അവനെ അനുഭവിച്ചിട്ടുണ്ട്. വിജനവും വിശാലവുമായ ഹിമാലയൻ താഴ്വരകളിൽ, നിലാവ് പരന്ന രാത്രികളിൽ എന്തിനെന്നില്ലാതെ അലഞ്ഞു നടന്നപ്പോൾ അവൻ എന്നോട് അടക്കം പറഞ്ഞിട്ടുണ്ട്. അറിവുകളായ അറിവുകളെല്ലാം എത്ര നിസ്സാരമെന്ന് അനുഭവിപ്പിച്ച ചില വിനീത സാന്നിധ്യങ്ങൾക്ക് മുന്നിൽ ദൈവം പ്രകാശിക്കുന്നത് തെളിഞ്ഞിട്ടുണ്ട്. എല്ലാ അടവും അടങ്ങി വിനയം വന്നു പുൽകിയ നിമിഷങ്ങളിൽ അവളുടെ നേർത്ത സംഗീതം ഞാൻ ശ്രവിച്ചിട്ടുണ്ട്. എല്ലാ വഴികളും മുടങ്ങി നിസ്സഹായനായിരിക്കുമ്പോൾ അനന്ത സാധ്യതകളായി വന്ന് അതെന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതെ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അറിയാനാവാത്ത അനുഭവങ്ങൾക്ക് ഒരു പേരിട്ട് വിളിക്കാൻ മനസ്സ് വെമ്പുമ്പോഴെല്ലാം ദൈവമേ എന്ന് ഞാൻ വിളിച്ചു പോകുന്നു. ജീവിതം പറഞ്ഞത് എന്ന പുസ്തകമാണ് ഇപ്പോൾ കയ്യിലുള്ളത്. ഗുരു നിത്യചൈതന്യതയുടെ പ്രധാന ശിഷ്യനും എഴുത്തുകാരനും പ്രഭാഷകനുമൊക്കെയായ ഷൗക്കത്താണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. പൊതുവെ ഒരു മതാതീത ആത്മീയതയുടെ വക്താവാണ് ഷൗക്കത്ത്. ജീവിതമെന്നത് സങ്കീർണമായ യുക്തികളിൽ കുരുക്കിയിടേണ്ട ഒന്നല്ലെന്നും അതിലളിതമായ ചില കാര്യങ്ങളിലാണ് അതിൻ്റെ ലാവണ്യവും സമാധാനവുമൊക്കെ കുടികൊള്ളുന്നതെന്നുമൊക്കെ എഴുതുകയും പറയുകയുമൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ പുസ്തകത്തിലുമുള്ളത് ജീവിതത്തെക്കുറിച്ചുള്ള ലളിതമായ ചില നിരീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുമൊക്കെയാണ്. ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ള രസകരമായ ഒരു കാര്യം, പുസ്തകമാക്കാൻ വേണ്ടി എഴുതിയ കുറിപ്പുകളല്ല ഇവ എന്നുള്ളതാണ്. ഫേസ്ബുക്കിൽ ഷൗക്കത്ത് കുറേ കാലമായി എഴുതി വന്ന ശ്രദ്ധേയമായ കുറിപ്പുകളുടെ സമാഹാരമാണ് ഇത്. ഇങ്ങനെ സമാഹരിച്ചത് അവയുടെ എഴുത്തുകാരനോ പ്രസാധകനോ അല്ല എന്നുള്ളതാണ് മറ്റൊരു കൗതുകം. ഷൗക്കത്തിൻ്റെ എഴുത്തുകളെ സ്ഥിരമായി പിന്തുടരുന്ന ഒരു പെൺസുഹൃത്ത്, അജ്ഞാതയായ ഒരു സുഹൃത്ത് സമാഹരിച്ച് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തതാണ് ഈ കുറിപ്പുകളെല്ലാം. വളരെ ഋജുവും സരളവുമായ ഭാഷയിലുള്ള ഈ കുറിപ്പുകൾ ജീവിതത്തെ കുറച്ചുകൂടി ലളിതമായി ഭംഗിയായി നോക്കിക്കാണാൻ നമ്മളെ സഹായിച്ചേക്കും. ജീവിതത്തിൻ്റെ പച്ചപ്പിലേക്ക് തുറന്നുവച്ച ഉൾക്കാഴ്ചകൾ, നമുക്കറിയാവുന്ന കാര്യങ്ങളിലേക്ക് ഒരു കിളിവാതിൽ. ജീവിതം പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. അറിയാവുന്ന ജീവിതത്തെ അവഗണിച്ച് അറിയാത്ത ആത്മാവിൻ്റെയും ദൈവത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും പിന്നാലെ അലയുന്നവർ മൂഢരാണ്. അറിയാവുന്ന ജീവിതത്തെ ആഴത്തിൽ സ്നേഹിച്ച് ആത്മാനുഭവികളാകുന്നവർ വിവേകികളുമാണ്. യേശു പറഞ്ഞത് എത്ര സത്യം. കൺമുന്നിലുള്ളത് അംഗീകരിക്കുക, മറഞ്ഞിരിക്കുന്നത് വെളിപ്പെടും. നമ്മുടെ ഉത്തരവാദിത്തത്തിനപ്പുറത്ത് എന്ന് തോന്നുന്ന ഒന്നിലേക്ക് സ്നേഹവും കരുതലും ഒഴുകുമ്പോഴാണ് ജീവിതം കൂടുതൽ ധന്യമാവുക. അവിടെയാകും ബോധവികാസത്തിലേക്കുള്ള വഴികൾ തെളിയുക. ആയതിനാൽ വേലിക്കെട്ടിന് പുറത്തേക്ക് നീളുന്ന ഹൃദയങ്ങൾക്കായുള്ള വെമ്പലുകളാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. മനുഷ്യനും പുറത്ത് ജീവനും ജീവിതവുമുണ്ടെന്ന കൺതുറക്കലാകട്ടെ നമ്മുടെ ദർശനങ്ങൾ. ബുദ്ധനും കൃഷ്ണനും ക്രിസ്തുവും നാരായണഗുരുവും റൂമിയും മീരയുമൊക്കെ ഈ കുറിപ്പുകളുടെ അന്തർധാരയാകുന്നുണ്ട്. എന്നാൽ തത്വശാസ്ത്രത്തിൻ്റെയും തനത് ദൈവശാസ്ത്രത്തിൻ്റെയും ഒക്കെ സങ്കീർണതകളില്ലാതെ വളരെ ലളിതമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുവെന്നിടത്താണ് ഈ കുറിപ്പുകൾ ശ്രദ്ധേയമായി തീരുന്നത്. ജീവിതം പറഞ്ഞത് എന്ന ഈ പുസ്തകത്തിൻ്റെ പ്രവേശികയായി ഷൗക്കത്ത് ഇങ്ങനെ എഴുതുന്നു. എൻ്റെ ആത്മീയത മതവുമായോ അതുപോലുള്ള ഏതെങ്കിലും ദർശനവുമായോ ബന്ധപ്പെട്ട് കിടക്കുന്നതേയല്ല. അത് മിന്നാമിനുങ്ങും പാടവും തോടും പുഴയും മലയും കാടും ഹൃദയവും നോവും നന്മയും കിനാവും കവിതയുമൊക്കെയായി ഇഴപിരിഞ്ഞു കിടക്കുന്ന ഒരു പ്രവാഹമാണ്. മനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ പുസ്തകം നിത്യാഞ്ജലി ബുക്സാണ് പുറത്തിറക്കിയിരിക്കുന്നത്. വില 190 രൂപ. ബുക്ക് മാർക്ക് എന്ന ഈ പരിപാടി നിങ്ങൾക്കിഷ്ടമായോ എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളുമെല്ലാം ചുവടെ കമൻ്റായി രേഖപ്പെടുത്തുക. പുതിയ ലക്കങ്ങൾക്കായി മൺസൂൺ മീഡിയയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.